ഹായ്, വെൽക്കം ടു ട്രൈക്കിൾ. ട്രൈക്കിൾ പ്ലേസ്മെന്റ് സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെ ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റിന് പ്രാപ്തരാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. മുൻപത്തെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് ചെക്ക് ഔട്ട് ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കുറേ ഇന്റർവ്യൂസിൽ ചോദിച്ചു വരുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Where do you see yourself in the next 5 years? ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ആസ് ഓൾവേസ് ഇന്റർവ്യൂവറിന് ഈ ചോദ്യത്തിലൂടെ എന്താണ് അറിയേണ്ടത്? നമ്മൾ ഈ ജോലിക്ക് ഇൻട്രസ്റ്റഡ് ആണോ? ഹൈ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ജോലിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുമോ? അതുപോലെ തന്നെ കമ്പനിയുമായി ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റിന് നിങ്ങൾ റെഡിയാണോ എന്നുള്ള കാര്യങ്ങൾ അറിയാനായിട്ടാണ് ഇന്റർവ്യൂവർ ഈ ചോദ്യം ചോദിക്കുന്നത്. ഒരു കാൻഡിഡേറ്റിനെ ജോലിയിലേക്ക് എടുക്കുമ്പോൾ കമ്പനിക്ക് അതിനോട് റിലേറ്റ് ചെയ്ത് കുറേയധികം കോസ്റ്റ് വരുന്നു. ഒരു കാൻഡിഡേറ്റിനെ റിക്രൂട്ട് ചെയ്ത് ട്രെയിൻ ചെയ്ത് സ്കിൽഡ് ആക്കിയതിനു ശേഷം അയാൾ കമ്പനി വിട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് കമ്പനിക്ക് നഷ്ടമായിരിക്കും. അതുകൊണ്ട് തന്നെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ലോങ് ടേം ഇൻട്രസ്റ്റ് ഉള്ള ഒരാളെയാണ് ഇന്റർവ്യൂവർ എപ്പോഴും കൺസിഡർ ചെയ്യുക. നിങ്ങൾ എത്ര തന്നെ സ്കില്ലുള്ള ഒരാളായിക്കോട്ടെ, നിങ്ങൾക്ക് കമ്പനിയുടെ കൂടെ ലോങ് ടേം വർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്ന് ഇന്റർവ്യൂവറിന് തോന്നിയാൽ നിങ്ങളിലും സ്കില്ല് കുറഞ്ഞ് എന്നാൽ കമ്പനിയുമായി ലോങ് ടേം വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാൻഡിഡേറ്റിനെ ആയിരിക്കും ഇന്റർവ്യൂവർ കൺസിഡർ ചെയ്യുക. ഈ ഒരു ചോദ്യം ചോദിക്കുന്നതിലൂടെ നിങ്ങളൊരു ഗോൾ ഓറിയന്റഡ് പേഴ്സൺ ആണോ എന്നറിയാൻ കൂടി ഇന്റർവ്യൂവർ ആഗ്രഹിക്കുന്നു. അതായത് നിങ്ങളുടെ പേഴ്സണൽ ഗോൾസ് കമ്പനി ഗോൾസുമായിട്ട് അലൈൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പ്രധാനമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു ഉത്തരം I need to gain knowledge, more experience and make money and start my own business എന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓൺ ദ അതർ ഹാൻഡ്, ഇപ്പോൾ നിങ്ങൾ പറയുന്നത് in the next 5 years I see myself as a CEO അല്ലെങ്കിൽ ഒരു ടോപ്പ് മാനേജ്മെന്റിൽ ഇരിക്കുന്ന ആളായിട്ട് ഞാൻ എന്നെ കണക്കാക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊട്ടും റിയലിസ്റ്റിക് അല്ല. അതുപോലെ തന്നെ നിങ്ങളൊരു അറഗന്റ് ആറ്റിറ്റ്യൂഡുള്ള പേഴ്സൺ ആണോ എന്നുള്ളൊരു സംശയം കൂടി ഇന്റർവ്യൂവറിന് ഉണ്ടാക്കാം. പ്രൊഫഷണൽ ഡെവലപ്മെന്റ് പെർസ്പെക്റ്റീവിൽ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്? പുതിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും റെസ്പോൺസിബിലിറ്റീസ് എടുക്കാനും നിങ്ങൾക്ക് സാധിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. ഇതിന് പുറമേ വരാവുന്ന ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡു യു പ്ലാൻ ടു അച്ചീവ് യുവർ ഗോൾസ് ഇൻ ദ നെക്സ്റ്റ് 5 years? നിങ്ങളുടെ ഫ്യൂച്ചർ ഗോൾസ് എന്താണ്, അത് അച്ചീവ് ചെയ്യാനുള്ള നിങ്ങളുടെ പ്ലാൻ എന്താണ് എന്ന് ഇത് ഇന്റർവ്യൂവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ജെന്യുവൻ ആയിട്ടുള്ള ഗോൾസും അതുപോലെ തന്നെ അത് അച്ചീവ് ചെയ്യാനുള്ള ഗെയിം പ്ലാനും റെഡിയാക്കി വെക്കണം. ഈ ആൻസറിനെ നമുക്ക് 2 ടൈം പീരീഡുകളായി ഡിവൈഡ് ചെയ്യാം. ദ ഇനീഷ്യൽ ഇയേഴ്സ്, അതായത് 1 മുതൽ 3 വർഷം വരെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഒരു എക്സ്പേർട്ട് ആവുക, അതുപോലെ തന്നെ മറ്റ് സീനിയേഴ്സിൽ നിന്നും എക്സ്പീരിയൻസ് ആൻഡ് നോളജ് ഗെയിൻ ചെയ്യുക എന്നുള്ളതായിരിക്കണം. ഫർദർ 3 to 5 yearsൽ ഒരു എക്സ്പേർട്ട് ലെവലിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുകയും കമ്പനി ആവശ്യപ്പെട്ടാൽ പുതിയതായി വരുന്ന കാൻഡിഡേറ്റ്സിനെ ട്രെയിൻ ചെയ്യാനും സഹായിക്കും എന്നുള്ള രീതിയിലുള്ളതായിരിക്കണം നമ്മളുടെ ഉത്തരം. സോ ഈ ഒരു ചോദ്യത്തിന് എങ്ങനെ ഉത്തരം പറയാമെന്ന് അറിയണമെങ്കിൽ പ്ലീസ് ചെക്ക് ഔട്ട് ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ടിൽ ദ നെക്സ്റ്റ് വീഡിയോ.